ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ളോഗല്ല, എൻ്റെ കയ്യിൽ കിടന്ന പഴയ കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ. ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ കഴിഞ്ഞ വർഷം 41-ന് അമ്പലത്തിലെ ഉത്സവത്തിന് ഞങ്ങളുടെ വീട്ടിൽ പറ വന്നതാണ്. പറയുന്നതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാറ്? ഞങ്ങളങ്ങനെ ഇറക്കിപ്പറ നടത്തി. പറ നിറയ്ക്കുന്ന ആരാന്നറിയാവോ? അനുവിൻ്റെ അച്ചാമ്മയും കൂടെ. സൈഡിൽ അച്ഛനും അപ്പൂപ്പനും മാളൂപ്പിയും ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അനുവിനൊരു പേടിയില്ല. ഈ പ്രായത്തിലൊക്കെ ആമയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു നെല്ലൊക്കെ വാരിയിടാനും ചെണ്ട കൊട്ടുന്നതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ അനുവിനൊരു പേടിയില്ല. എന്താണെന്നറിയത്തില്ല, ടച്ച് വുഡ്, അനുവിന് പേടിയൊന്നുമില്ല. അവർ തുള്ളുന്നത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് കുറേ നേരം ഒരു തുള്ളി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അനുവിനും തുള്ളാൻ തോന്നും. അങ്ങനെ അവർ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ അനു? മോനിഷ്ടമാണോ തുള്ളൽ? പേടിയുണ്ടോ ഇത് കാണുമ്പം? പേടിയുണ്ടാ? ഇപ്പം പറയുന്നത് പേടിയുണ്ടെന്ന്. ആ സമയത്ത് പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാജലക്ഷ്മി കുഞ്ഞമ്മ, ജിഷാമ്മ, പിന്നെ അവിടുത്തെ ഇവിടെ അപ്പുറം ഇപ്പുറമുള്ള പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു. ശ്യാമച്ചനുണ്ടായിരുന്നു, കണ്ണൻകൊച്ച ഉണ്ടായിരുന്നു. ശ്യാമച്ചനൊക്കെ അപ്പോഴത്തേക്ക് പുതിയ വീട്ടിൽ ആയി താമസമൊക്കെ. കണ്ട അനു ഓൺ ദ സ്റ്റേജ്. അനുവിനെ അനുഗ്രഹിച്ചതിന് ശേഷം അവർ തുള്ളുന്നത് കണ്ടിട്ട്, ചെണ്ടയുടെ സൗണ്ട് കേട്ടിട്ട് അനുവും കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവർ തുള്ളുന്നത് നോക്കിയാണ് അനു തുള്ളുന്നത്, വേറെ കാര്യം. കണ്ട, അവർ തുള്ളുന്നത് കണ്ട് അനുവും തുള്ളുന്നു. എന്ത് ക്യൂട്ടല്ലേ കൗശി? ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അനു ഇവിടെ കിടന്ന് ഇപ്പം തുള്ളി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുവിന് ഡാൻസ് അറിയത്തില്ല, എന്നാലും അനു ഇങ്ങനെ തുള്ളി ഇങ്ങനെ ഇരിക്കും. അന്ന് രാത്രി തന്നെ ആയിരുന്നു ശ്യാമച്ചൻ്റെ അങ്ങത്തെ ആദ്യത്തെ പറ. ശ്യാമച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു ആദ്യത്തെ പറ വടക്കേറ്റത്തമ്പലത്തിലെ പറ തന്നെ പുതിയ വീട്ടിൽ കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പണി പൂർത്തി പോലും ആയില്ല. പെരാസ്തൊലി നടത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ പറ കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യം അവർ ചെറിയൊരു ഗ്ലാസ്സിലാണ് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചത്. പക്ഷേ ദേവിയും മുരുകനും കയറിയില്ല. ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞ് പിന്നെ പോയി വന്ന് ഒരു മൊന്ത പോലെ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ഒഴിച്ചതിന് ശേഷമാണ് അവർ രണ്ടും അകത്തേക്ക് കയറിയത്. അങ്ങനെ ശ്യാമച്ചൻ്റെ പുതിയ വീട്ടിൽ ആദ്യത്തെ പറ അത് നമ്മുടെ വടക്കേറ്റത്തമ്പലത്തിൽ പറയായിരുന്നു. അവിടെ വെച്ചാണ് വിശ്വമേപ്പിയും അമ്മുവും മിനിനമ്മേപ്പിയുടെ പേരിലുള്ളത് എല്ലാവരുടെയും ഇറക്കിപ്പറ കൊടുത്തത്. ഇത് നമ്മുടെ അമ്പലത്തിൽ 26ാമത്തെ ദിവസമായിരുന്നു ഈ പറ. ലാസ്റ്റ് ദിവസം പറ എടുക്കുന്ന ലാസ്റ്റ് ദിവസം അന്നായിരുന്നു അവിടുത്തെ പറ. ലാസ്റ്റ് പറ അവിടെ ആയിരുന്നു രാത്രിയിൽ. എൻ്റെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് പറ ശ്യാമച്ചൻ്റെ അടുത്ത് വെച്ച് നടത്തി. അതൊരു ശ്യാമേട്ടനൊരു നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ കുറേ പണിയൊക്കെ തീരാനുണ്ട്. ജനലൊന്നും വെച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് ശ്യാമച്ചൻ്റെ നിർബന്ധപ്രകാരം അവിടെ ആദ്യത്തെ പറ നടത്തി. അങ്ങനെ ബിമ്മൊക്കെ ഇറക്കി വെച്ച് ഞാനും ജിഷാമ്മയും ആമി ചേച്ചനൊക്കെ അവിടെ ഉണ്ട്. അനു ആരുടെ കയ്യിലോ ഇരിക്കുകയാണ്. വിഷമേപ്പി എല്ലാവരും ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ അപ്പം പറയിട്ട് കഴിഞ്ഞ് പറ മാത്രം എടുക്കുകയാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു രാത്രി. അപ്പം അപ്പോൾ പറഞ്ഞെങ്കിൽ 5 താലമാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ താലവും ഏർപ്പാടാക്കി. അഷ്ടമംഗല്യം ഒരുക്കി. ഞാനും രാജലക്ഷ്മിയും ജിഷയും അഷ്ടമംഗല്യം എടുത്ത് വിഷമേപ്പിയും ആമി പൂത്താലമായിരുന്നു എന്ന് തോന്നുന്നു. വിഷമാപ്പിയും മണിയമ്മച്ചിയും സാധാരണ താലവും എടുത്ത് അങ്ങനെ 5 താലവും കൊണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ എല്ലാവരും താലമൊക്കെ എടുത്ത് മദനസ്വാമി താലമൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുത്ത്. ആദ്യമേ ജിഷമ്മക്ക് കൊടുത്ത്, അത് കഴിഞ്ഞ് എനിക്ക് തന്ന്, അത് കഴിഞ്ഞ് ആമിക്ക് എല്ലാവർക്കും കൊടുത്ത്. അങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, ഈ സമയത്ത് അനു അവിടെ ഉണ്ട്. അങ്ങനെ ബിമ്മൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പം ഇത് കണ്ടില്ലേ, എല്ലാവരും ഉണ്ട്. മാളുവും അമ്മയും അപ്പം ആരുടെയോ കയ്യിലിരിക്കുക, ശ്യാമച്ചൻ്റെയോ
അല്ല ഷാമച്ചനും കണ്ണക്കൊച്ചി അവിടെ ഉണ്ട്. ശരത്തണ്ണൻ്റെ കയ്യിലോ അമ്മുവപ്പിയുടെ കയ്യിലോ അങ്ങണ്ട, അവിടെ ആരുടെ കയ്യിലാണ് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ വാള വെച്ചൊക്കെ അനുഗ്രഹിച്ച് ഞങ്ങൾ താലത്തിൻ്റെ കൂടെ പോകാൻ റെഡിയായി. അപ്പോൾ ഓൾറെഡി അവിടെ താലം കൊണ്ടുവന്ന് താലമൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങളെല്ലാം ഇറങ്ങി തുള്ളി. അപ്പോൾ റോഡ് സൈഡിൽ ഒരു 50-100 താലം എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തത് ആരാന്നറിയാവോ? ഒന്നെങ്കിൽ അച്ചു കൊച്ചായില്ലെങ്കിൽ അമ്മൂപ്പിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ശ്യാമേട്ടന് സന്തോഷമായി. ആദ്യത്തെ പറ വീട്ടിൽ വടക്കേരത്ത് അമ്പലത്തിൽ തന്നെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ താലവും എടുത്ത് സെറ്റായിട്ടിരിക്കുക. വിഷമയുണ്ട്, രാജലക്ഷ്മിയുണ്ട്, ഞാനുണ്ട്, ജിഷയുണ്ട്, മണിയമ്മച്ചിയുണ്ട്, താഴെ പിന്നെ ആമിയുണ്ട് കേട്ടോ. ആമി താലം എടുക്കാറൊക്കെ ആയി. അനു ഇനി ഈ വർഷമില്ല, അടുത്ത വർഷമൊക്കെ താലം എടുക്കാം അനുവിനും. പക്ഷേ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ നടക്കേണ്ടി വരും അല്ലേ പൊന്നെ? കുഞ്ഞിന് താലം എടുക്കുന്ന ഇഷ്ടമാണോ? അടുത്തത് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ താലം എടുത്ത് അവിടെ പോയി ഇരുന്ന് അനു. അപ്പോൾ ആ പിള്ളേരൊക്കെ ഡാൻസൊക്കെ തിരുവാതിര കളി ഉണ്ടായിരുന്നു പിള്ളേരുടെ. നല്ല സൂപ്പറായിട്ട് പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. വലിയവരുടെ ഉണ്ട്, പിള്ളേരുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അപ്പം ഞാൻ പാട്ടിടാതെ വോയിസ് ഓവർ ചെയ്യുന്നത് എനിക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ നല്ല പാട്ടും നല്ല ഡാൻസൊക്കെ ആയിരുന്നു. നല്ല രസമാണ് പിള്ളേരെല്ലാവരും കൂടെ കളിക്കുന്നതാണ്. എനിക്കൊന്ന് വലിയവരെക്കാട്ടി നല്ലത് പിള്ളേരുടെ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഇതിൻ്റെ ഇനിയാണ് വരുന്നത് നമ്മുടെ താരത്തിൻ്റെ ഡാൻസ്. അവൾ എവിടെ പാട്ട് കണ്ടാലും അവൾ ഇപ്പം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം, എല്ലാത്തിനും ആര് ഡാൻസ് കളിച്ചാലും എൻ്റെ കുഞ്ഞിൻ ഡാൻസ് കളിക്കും. ഡാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, തുള്ളൽ. കുണ്ടിയും കുലുക്കി, തലയാട്ടി ആട്ടി, വയറും കുലുക്കി കുലുക്കി കുഞ്ഞിൻ്റെ ഡാൻസ്. അതാണ് കുഞ്ഞിൻ്റെ ഡാൻസ്. അല്ലാതെ ഡാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ മോനെ? കുഞ്ഞിന് ഡാൻസ് കളിക്കാൻ അറിയാവോ? അറിയാമെന്നാണ് കുഞ്ഞ് പറയുന്നത്. പക്ഷേ കുഞ്ഞിൻ്റെ ഡാൻസ് കുണ്ടി കുലുക്കൽ ഡാൻസാണ്, കുണ്ടി ഡാൻസ് അല്ലേ? ആണെന്ന്. പിള്ളേരൊക്കെ നല്ലപോലെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ താലമൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് താലത്തിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഈ ഡാൻസ്. താലം വന്നുകൊണ്ടിരുന്നപ്പോഴേ ഡാൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി അനു ഇപ്പോൾ ഡാൻസ് കളിക്കാൻ വരും. അതിന് മുമ്പ് കുറേ നേരം ഡാൻസ് കളിച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇപ്പം ഓരോരുത്തരൊക്കെ നോട്ടുമാലയൊക്കെ കൊണ്ടിടുന്നു. അവനാണ് ഈ കൂട്ടത്തിലെ ആൺതരി, ഒരേ ഒരു ആൺതരിയുള്ളൂ. അവൻ്റെ ഡാൻസിന് അനു എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അനു എല്ലാം കണ്ട് പഠിക്കും. അനുവിൻ്റെ ഡാൻസ്, അനു ഓൺ ദ സ്റ്റേജ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അനുവിൻ്റെ ഡാൻസ് കണ്ട, ഇതാണ് അനുവിൻ്റെ ഡാൻസ്. ഇതിനാണ് അനു ഡാൻസ് എന്ന് പറയുന്നത് അല്ലേ അനു? ഇതാണോ ഡാൻസ് മോൻ്റെ? ഇതാണ് ഡാൻസ്. ഋഷിയ ചേച്ചിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കണ്ടോണ്ടിരിക്കുക. അതോ അവിടെ കണ്ടില്ലേ? എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നുണ്ട്. വിഷമ്മപ്പിയും മിനിനമ്മപ്പിയും എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസ് കണ്ടിട്ട്. കുണ്ടി ഡാൻസ് കുണ്ടി കുലുക്കി ഒരു ഡാൻസ് കണ്ടില്ലേ? ഇതാണ് എൻ്റെ മോളുടെ കുണ്ടി ഡാൻസ്. എൻ്റെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം അവർ കളിക്കുന്നത് നോക്കിക്കൊണ്ട് അവർ കളിക്കുന്ന സ്റ്റെപ്പ് നോക്കി കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പാവം കുഞ്ഞ് അല്ലേ? എന്ത് പറഞ്ഞാലും എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഡാൻസ് അവർ കൈയെടുക്കുന്ന പോലെ കൈയെടുക്കുക, കാലെടുക്കുന്ന പോലെ കാലെടുക്കാൻ ശ്രമിക്കുക. അവൾക്ക് പറ്റുന്നത് പോലെ അവൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ ഇടയ്ക്ക് കയറി കളിക്കുക, അവരുടെ നടുക്ക് കയറി കളിക്കുക. അതൊക്കെയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. അതാണ് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതലും ഡാൻസ് കാണുന്നവർ കൂടുതലും കണ്ടത് അനുവിൻ്റെ ഡാൻസ് ആയിരിക്കും. എല്ലാവരും മിക്കവരും ശ്രദ്ധിച്ചത് എൻ്റെ അനുമോളുടെ ഡാൻസ് തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനുവിന് എല്ലാവർക്കും ബോറടിച്ചു. അനു ഇത്രയും സ്റ്റാമിന എവിടുന്നാന്ന് എനിക്ക് പോലും അറിയത്തില്ല. അവൾ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോരുത്തർ അതിൻ്റെ ഇടയ്ക്ക് വലിയവർ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്, ചെറിയ ആൾക്കാർ പിന്നെ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഡാൻസ് എല്ലാം അനുവും കളിച്ചുകൊണ്ടിരിക്കുക അവരുടെ കൂടെ. അവർ ഡാൻസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൈകൊട്ടുമ്പോൾ അവളും കൈകൊട്ടും. എന്നിട്ട് പിന്നെ അടുത്ത ഡാൻസ് വരുമ്പോൾ പിന്നെ ഡാൻസ് കളിക്കും. കണ്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസ്?
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളാരും എന്താ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സബ്സ്ക്രൈബ്. ആരും കാണുന്നില്ല പ്രത്യേകിച്ച്. പിന്നെ ഞാൻ ആരോട് പറയാനല്ലേ. പിന്നെ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. എൻ്റെ കുഞ്ഞ് വലുതാകുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാമല്ലോ, കുഞ്ഞിങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെ. ഇത് ഞാൻ തന്നെ തയ്ച്ച പട്ടുപാടും ബ്ലൗസുമാണേ അനുവിട്ടേക്കുന്നത്. മുടിയൊക്കെ അപ്പുറം ഇപ്പം കെട്ടി വിഷമേപ്പി ബുധനൂരെന്ന് കൊണ്ടുവന്ന റോസാപ്പൂവാണ് അനുവിൻ്റെ തലയിൽ വെച്ചേക്കുന്നത്. അപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് റോസാപ്പൂ വെക്കാൻ. അതുകൊണ്ട് അപ്പി വന്നപ്പം പറ കൊടുക്കാനൊക്കെ വേണ്ടി വന്നപ്പോൾ അപ്പി അവിടുന്ന് പൂവും പറിച്ചുകൊണ്ടാണ് വന്നത്. ആ പൂവൊക്കെ വെച്ചാണ് അനു ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇച്ചിരിയൊക്കെ മെച്ചപ്പെട്ട് ഡാൻസിൽ. കുണ്ടി ഡാൻസ് മാത്രം മാറ്റി അവൾ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കാൻ തുടങ്ങി. അവർ കളിക്കുന്ന പോലെ മുന്നോട്ടും പുറകിലോട്ടും വരിക. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, ആരുടെങ്കിലും കാലിൻ്റെ കീഴിൽ ചെല്ലുമോ നീ കൊച്ച്. അമ്മാതിരിയായിരുന്നു അവളുടെ പെർഫോമൻസ്. കണ്ടില്ലേ, അവൾ തന്നെ കൈയടിക്കുന്ന ഓരോരോ ഡാൻസ് കഴിയുമ്പോൾ. നല്ല രസമുണ്ടല്ലേ അനുവിൻ്റെ ഡാൻസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചോദിക്ക്. ഇതാണ് അനുക്കുട്ടിയുടെ ഡാൻസ് എന്ന് പറ. എന്താ സുന്ദരിക്കുട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ തുപ്പി തുപ്പി കാണിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നോ ഇച്ചിച്ചി പിള്ളേരാന്ന് പറഞ്ഞു. അനുവിനിപ്പോൾ പാവാട ബ്ലൗസൊക്കെ അങ്ങ് ചെറുതായി. ഇപ്പം കുട്ടി വലുതായി. പാവാട ബ്ലൗസും ചെറുതായില്ല, കുട്ടി വലുതായതാണ് ഗൈസ്. കുറേ നേരം അവളിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കണ്ടില്ലേ. എല്ലാവരും പറഞ്ഞ് പിടിച്ചെടുത്ത് അന്ന്. പിന്നെ അതല്ല രസം, കണ്ണേറിൽ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ കുഞ്ഞ് കിടപ്പായി. കുഞ്ഞിന് വയ്യ, ഒന്നിനും വയ്യ. അടുത്ത ദിവസത്തെ പരിപാടിക്കൊന്നും കുഞ്ഞിന് വയ്യായിരുന്നു. അവൾ ഭയങ്കര കരച്ചിലും വീഴ്ചിലും വാശിയൊക്കെ ആയിരുന്നു. അതുവരെ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതുവരെ ഞാൻ കണ്ണേറൊന്നും നല്ലതെന്ന് പറഞ്ഞാലും കുഴപ്പമാണെന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം മരുന്നൊന്നും ഞാൻ കൊടുത്തില്ല. പക്ഷേ കുഞ്ഞിന് ഒരു ഊർജ്ജം ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉപ്പുമുളക് ഒഴിഞ്ഞിട്. പക്ഷേ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എന്നാലും ഞാനത് ചെയ്ത്. അതിശയം എന്ന് പറയട്ടെ, അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് എന്തോ, ആർക്കും അങ്ങനെ വിശ്വാസമില്ല. പക്ഷേ അന്ന് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നായിരുന്നു. പിന്നെ അന്ന് അങ്ങനെ ചെയ്തപ്പോൾ അതിലെനിക്ക് വിശ്വാസം വന്ന്. പിറ്റേ ദിവസം അവൾ ഓക്കെ ആയി. ഓരോ പാട്ട് കഴിയുമ്പോൾ ഇരിക്കും. പിന്നെ അടുത്ത ആളുകൾ വരുമ്പോൾ പിന്നെയും ഡാൻസ് കളിക്കും. കണ്ടില്ലേ, മുമ്പേ കൊച്ചു പിള്ളേരില്ലേ, ഇപ്പോൾ കണ്ട ഇച്ചിരി കൂടെ വലിയ ആളുകളുടെ കൂടെ കളിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് പ്രായ വ്യത്യാസമൊന്നുമില്ല, ആരുടെ കൂടെ വേണമെങ്കിലും കളിക്കുമല്ലേ അനു? എക്സ്പ്രഷനൊക്കെ കണ്ട? എൻ്റെ എക്സ്പ്രഷൻ ക്യൂനാ. എൻ്റെ മുത്തുമണിയല്ലേ. അതെ അവർ തൊഴുത് കളിക്കുന്ന പോലെ അവളും തൊഴുത് കളിക്കുന്ന കണ്ട. സൂപ്പർ ഡാൻസ് അല്ലേ? കൊള്ളാവോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യണേന്ന് പറ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ല, എൻ്റെ ഋഷിക മോളും ഉണ്ട്. എല്ലാവരും ഉണ്ട് കാണാൻ വേണ്ടി. ഡാൻസ് കളിച്ച് കുഴയും. പിന്നെ കുറച്ച് നേരം നിൽക്കും, പിന്നെ ഡാൻസ് കളിക്കും. കണ്ട അതിൻ്റെ ഇടയ്ക്ക് സർക്കസും ഉണ്ട്. ഇതേ കൈ വന്ന് തലേ മുട്ടി അവൾ തല തുടയ്ക്കുന്നു. അവൾ തല തട്ടി തകരാൻ നോക്കി നിൽക്കും. അതുവരെ കുഞ്ഞ് ഡാൻസ് കളിച്ച് കുഞ്ഞ് സ്റ്റക്കായിപ്പോയി. തല ആരോ മുട്ടിയപ്പോൾ പിന്നെയും തുടങ്ങി ഡാൻസ്. പിന്നെ കൈ കെട്ടിയുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ഇതെന്ത് ഡാൻസാ മോനെ? ഇത് വേറെ ഡാൻസാ, പുതിയ ഡാൻസാ ഇത്. കൈകെട്ടി ഡാൻസ് അല്ലേ? ആണോ? ഇതിൻ്റെ പേരാണ് കൈകെട്ടിയുള്ള ഡാൻസ്. അങ്ങനെ ഒത്തിരി നേരെയുള്ള ഡാൻസ് ചെയ്ത് എനിക്ക് തന്നെ അതിശയം തോന്നി. അല്ലേ മോനെ? അത് കഴിഞ്ഞ് തീപ്പന്തം കൊണ്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നേ. ഈ സമയത്ത് അനുവിനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടില്ല. കാരണം അതിനകത്തുനിന്ന് പെട്രോൾ എങ്ങാണ്ട് മുക്കി തീ വെച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു താഴോട്ട്, തീയുടെ ഓരോരോ എന്തോന്നായിട്ട്. അത് പേടിച്ച് അനുവിനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടതേ ഇല്ല. എനിക്ക് ഭയങ്കര പേടിയായി. എല്ലാവരും പറഞ്ഞു ഇനി കുഞ്ഞിനെ വിടണ്ട, തീ കൊണ്ടുള്ളതാണ്. കളിക്കുന്നവർ തന്നെ പറഞ്ഞു തീ കൊണ്ടുള്ള കളിയാ വേണ്ട എന്ന് പറഞ്ഞു.
ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഉത്സവം. നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനി ഒരു 3-4 മാസം കൂടെ ഉള്ളു അടുത്ത ഉത്സവത്തിന്. ഡിസംബർ 25, 26, 41, 40, 41 ഇത് 2 ദിവസങ്ങളിലാണ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം. വടക്കേറ്റത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ദേവി ക്ഷേത്രം, വെട്ടത്തുകടവ്, കള്ളിക്കാട്, ആറാട്ടുപുഴ. ഇനി അടുത്ത വർഷത്തെ പരിപാടി ഇതിനെക്കാട്ടി ഗംഭീരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗാനമേള ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ അതത്ര ഒരു നല്ല ആയിരുന്നില്ല. ഞങ്ങൾക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് 10 മണിയാകുമ്പോൾ തന്നെ അവർക്ക് ഗാനമേള നിർത്തണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉള്ളത് കൊണ്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഘോഷയാത്രയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 8-8:30 പിന്നെ പാട്ട്, അതിൻ്റെ ഇടയ്ക്ക് അടി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം മാത്രമേ അവർ പാട്ട് പാടിയുള്ളൂ. ഒരു 10-20 മിനിറ്റ് മാത്രമേ അവർ പാട്ട് പാടിയുള്ളൂ. അതുകൊണ്ട് അതത്ര അങ്ങോട്ട് സെറ്റായില്ല. ഇനി ഈ പ്രാവശ്യം എന്തായാലും സെറ്റാക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും നമുക്ക് നോക്കാം, അല്ലേ അനു? അതെ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.